ഇടുക്കി വാഗമണിൽ ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്ന വയോധികയ്ക്ക് ഭീമമായ വൈദ്യുതി ബില്ല് ലഭിക്കുകയും വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്ത സംഭവത്തിൽ ഒടുവിൽ KSEB ഇടപെടലുണ്ടായി. വട്ടപ്പതാൾ സ്വദേശി അന്നമ്മയുടെ പരാതിയെ തുടർന്ന് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. 500 രൂപയിൽ താഴെ മാത്രം ബില്ല് വന്നിരുന്ന അന്നമ്മയുടെ ഒറ്റമുറി വീടിന് വെള്ളിടിയായിട്ടാണ് കഴിഞ്ഞ മാസം 15-ന് 49,170 രൂപയുടെ ബില്ല് ലഭിച്ചത്. നിത്യജീവിതത്തിന് പോലും വകയില്ലാത്ത അന്നമ്മ പീരുമേട് KSEB സെക്ഷൻ ഓഫീസിലെത്തി പരാതിപ്പെട്ടെങ്കിലും വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു. സംഭവം വാർത്തയായതോടെ മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് ഇടപെട്ടതോടെ 2 ദിവസത്തിന് ശേഷം കഴിഞ്ഞ ദിവസം രാത്രി KSEB കണക്ഷൻ പുനഃസ്ഥാപിക്കുകയായിരുന്നു. വെട്ടാതെ പറ്റത്തില്ല സാറ്, വെട്ടിക്കാതിരുന്നാ പറ്റത്തില്ല. വെട്ടിക്കില്ലെങ്കിൽ അവള് ഇപ്പം വരുന്ന ബില്ലടയ്ക്കുമ്പോ പറയും ഈ കുടിശ്ശിക അടക്കുവാന്ന്, അങ്ങനെയാ പറയുന്നത്. കുടിശ്ശിക അടയ്ക്കാതെ പറ്റത്തില്ല. 2 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ 1584 രൂപ പഞ്ചായത്ത് മെമ്പർ ഒടുക്കിയതോടെയാണ് അന്നമ്മയ്ക്ക് വൈദ്യുതി കണക്ഷൻ നൽകാൻ KSEB തയ്യാറായത്. 6 ലക്ഷത്തിന്റെ ബില്ലിന് നമ്മൾ അത് 50 തവണയാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റിക്വസ്റ്റ് വെക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ആദ്യ ഗഡുവായ 1000 രൂപ നമ്മൾ അടച്ചാൽ അന്നേരം തന്നെ നമുക്ക് കറണ്ട് കണക്ഷൻ ലഭിക്കുമെന്ന് അറിയിച്ചു. അതിൻ പ്രകാരം നമ്മൾ ഇന്നലെ അതിൻ്റെ ആദ്യ ഗഡുവായ 1000 രൂപ ഇന്നലെ അടച്ചു. ഭീമമായ തുക ബില്ല് ലഭിച്ചതിനെതിരായ അന്നമ്മയുടെ പരാതി KSEB കൺസ്യൂമർ ഗ്രീവൻസ് ഫോറത്തിന്റെ പരിഗണനയിലാണ്. ബാക്കി തുക അടയ്ക്കേണ്ടതടക്കമുള്ള കാര്യങ്ങൾ ഫോറമാണ് തീരുമാനിക്കേണ്ടത്. അമിത ബില്ല് നൽകിയ സംഭവത്തിൽ KSEB വിജിലൻസ് വിഭാഗവും അന്വേഷണം നടത്തി വരികയാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായോ എന്നാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. ന്യൂസ് മലയാളം, ഇടുക്കി.